പിണറായി വിജയൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ, എല്ലാവർക്കും ക്ലീൻ ചിറ്റ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വന്തക്കാർക്ക്. അല്ലാത്ത ഡോക്ടർ ബി അശോകനെ പോലുള്ളവർക്ക് സസ്പെൻഷൻ കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അതെ. അപ്പോൾ ഇവിടെ പിണറായി വിജയന് ഏറ്റവും വലിയ ഭീഷണിയായിട്ട് പിന്നീട് മാറിയ, തുടക്കത്തിൽ അതിവിശ്വസ്തനായിരുന്ന PV അൻവർ കൊണ്ടുവന്ന ഒരു കേസ് ചീറ്റിപ്പോയിരിക്കുകയാണ്. മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസിനെതിരെയാണ്. എന്തോ ഒരു ബഹളമായിരുന്നു മാധ്യമങ്ങളിലൊക്കെ. ഇതിന്റെ ഓഡിയോ പുറത്ത് വരുന്നു, ബഹളം വയ്ക്കുന്നു. അമ്പുക്ക ദിവസവും പത്രസമ്മേളനം നടത്തും, രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരത്തും പത്രസമ്മേളനം നടത്തുന്നു. വലിയ രസകരമാണ്. ഒരു SP, അത് ഡയറക്റ്റ് IPS കാരനാണ്. ഒരു കൺഫർ ചെയ്ത IPS കാരനാണെങ്കിൽ നമുക്ക് പിന്നെയും നമുക്കൊരു ഇത് ഇളവ് കൊടുക്കാം, അല്ലെ സഹിക്കാം. ഇതൊരു SP, ഒരു MLA-യുടെ, അതായത് ആഫ്രിക്കൻ അമ്പുക്കായെ പോലുള്ള ഒരു MLA-യുടെ കാല് പിടിച്ച് കരയുകയാണ്. എന്താ വിഷയം? മലപ്പുറം SP-യുടെ ക്വാർട്ടേഴ്സിന് മുന്നിൽ നിന്ന മരങ്ങൾ വിറ്റു. അത് വിറ്റതിനെതിരെ അമ്പുക്ക പരാതി കൊടുക്കുന്നു. ആ പരാതി പിൻവലിക്കണമെന്നും പറഞ്ഞ് വിളിച്ച് കരഞ്ഞതാണ് വിഷയം. ആ വിഷയത്തിൽ ഈ സംസാരത്തിനിടയിൽ ഇയാൾ സകലമാന പേരെയും കുറ്റം പറഞ്ഞു. അതെ, മേലുദ്യോഗസ്ഥന്മാരെയും, അതായത് അന്നത്തെ ADGP MR അജിത്കുമാറിനെയും ക്രമസമാധാന ചുമതലയുള്ള, അതുപോലെ മന്ത്രിമാരെയും രാഷ്ട്രീയക്കാരെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും അയാൾ കുറ്റം പറഞ്ഞു. P ശശിയെയും കുറ്റം പറഞ്ഞു. മാത്രമല്ല, ഞാൻ അങ്ങേക്ക് വിനീത വിധേയനായി തുടർന്നു കൊള്ളാമേ എന്ന് പറയുന്നുണ്ടായിരുന്നു എന്ന് അദ്ദേഹം കുമ്പസാരിക്കുകയും ചെയ്തു. എന്തായാലും അമ്പുക്ക അതിനേക്കാൾ വില്ലനാണ്. അമ്പുക്ക ഇത് ഒരു വാട്സപ്പിലാണ് വിളിച്ചിട്ടെങ്കിൽ പോലും വാട്സപ്പ് വേറൊരു ഫോൺ വെച്ച് ഇയാൾ റെക്കോർഡ് ചെയ്തിട്ട് അയാളത് പുറത്ത് വിട്ടു. അന്ന് പത്തനംതിട്ട SP ആയിരുന്നു സുജിത് ദാസ്. അത് പത്തനംതിട്ടയ്ക്ക് വന്ന സമയം ഇയാൾ വന്നപ്പോഴേ പോലീസുകാരെ നെഞ്ചത്ത് കയറാൻ തുടങ്ങി. പോലീസുകാർ മൊത്തം ഇയാളെ അങ്ങ് വെറുത്ത് നീക്കുന്ന സമയത്താണ് ദാ കിടക്കുന്നു പുള്ളിക്ക് സസ്പെൻഷൻ. അതിനുശേഷം സുജിത് ദാസിനെതിരെ ഒരു പീഡന പരാതി കൊണ്ടുവന്നു. അത് അമ്പുക്കായും റിപ്പോർട്ടർ ചാനലും ചേർന്നുള്ള ഒരു കളിയായിരുന്നു. അതിനകത്ത് മരമുറി പിടിച്ച ബെന്നിയെ കൊടുക്കാൻ വേണ്ടി റിപ്പോർട്ടർകാർ കൊണ്ടുവന്നതായിരുന്നു. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ വെച്ച് ഈ ലോകത്ത് ആരും വിശ്വസിക്കാത്ത രീതിയിൽ ഒരു കഥ മെനയുമ്പോൾ ആ കഥയൊന്നും മെനഞ്ഞെടുക്കുമ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും ആരെങ്കിലും വിശ്വസിക്കേണ്ടേ. അത് ആദ്യമേ അത് പൊളിഞ്ഞു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, തലേന്ന് ഒരു പരസ്യം കൊടുത്തു, നാളെ കേരളം ഞെട്ടുന്ന ഒരു വാർത്ത രാവിലെ 9 മണിക്ക് വരുന്നു. ഏഷ്യാനെറ്റുകാർ പോയി സംഭവം എന്തോ കണ്ടുപിടിച്ച് ആ പറഞ്ഞ ലേഡിയുടെ ഇൻ്റർവ്യൂ എടുത്തു കൊടുത്തു. ഒരു ലേഡിയെ വെച്ച് ഇവർ കളിയായിരുന്നു. അതുകൊണ്ട് മാത്രമല്ല, ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ വേണം വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു കടന്നൽ രാജയാണ്. അതായത് ഒരു 2 ദിവസമെങ്കിലും ഇത് ഓടിച്ചുകൊണ്ട് പോകാൻ നടക്കണം. ഇത് അങ്ങോട്ട് ഇടുകയും അപ്പം തന്നെ ഇത് ചീറ്റുകയും കൂടായിരുന്നു. നമ്മൾ ഈ പടക്കം കത്തിച്ചെറിയുമ്പോൾ ചിലത് ചീറ്റിപ്പോലും. അതുപോലെ ഇവരാണ്ട് കേരളം നടക്കുന്നതാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നു. അതായത് ഒരു ലേഡിയെ പരാതി പറയുന്നിടത്തെല്ലാം ചെല്ലുന്നിടത്തെല്ലാം പോലീസുകാർ പീഡിപ്പിക്കുക. അത് സാധാ പോലീസുകാരാണെങ്കിൽ പോട്ടെ, ഉയർന്ന ഉദ്യോഗസ്ഥന്മാര്, CI, SI, DYSP, SP, CIയുടെ അടുത്ത് ചെന്നു, SP സുജിത് ദാസ് വരെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു. ഇവരുടെ എല്ലാം കൂടെ പേരിലേക്ക് ഇത് കൊണ്ടുവരുന്നു. ഇത് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്കൊരു സാമാന്യ യുക്തിക്ക് നിരക്കണമല്ലോ. ഒരു സ്ത്രീയെ ഇത്രയും പേര് പണ്ട് ഇതുപോലൊരു കേസ് കേട്ട് വന്നതാണ്. ഒരു UDF സർക്കാരിൻ്റെ കാലത്ത് കടവൂർ ശിവദാസനും ജി കാർത്തികേയനും മന്ത്രിമാരായിരിക്കുന്ന സമയത്ത് ഒരു മല്ലപ്പള്ളിയിലുള്ള ഒരു യുവതി ഒരു പീഡന പരാതിയുമായിട്ട് വന്നു. ഈ 2 പേരും തന്നെ പീഡിപ്പിച്ചു. അന്ന് ഈ പീഡന വാർത്ത കൊടുക്കുന്നതിന് ഇതുപോലുള്ള റെസ്ട്രിക്ഷൻസ് ഇല്ല. ഞാൻ അന്ന് മംഗളത്തിൻ്റെ തിരുവല്ല ലേഖകനാണ്. അതായത് ഞാൻ പത്രപ്രവർത്തനം തുടങ്ങി 2 വർഷം പിന്നിടുന്ന സമയം 2000-2001 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ ആൾ മല്ലപ്പള്ളിക്കാരിയാണെന്ന് നമുക്ക് വിവരം കിട്ടി. അപ്പം ഞാൻ നേരെ വീട് കണ്ടുപിടിച്ച് ഇവരുടെ വീട്ടിൽ, ഞാനും അന്ന് എൻ്റെ കൂടെ ഫോട്ടോഗ്രാഫറായിട്ട് രാജേഷ് ബാബു ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം മനോരമയില്ല. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ യുവതിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു എന്താ പറയുക, അവർക്ക് ഒരു നേരെ നിൽക്കാൻ പോലും ആരോഗ്യമില്ലാത്ത ഒരു യുവതി. പക്ഷെ ഇവരുടെ ഭർത്താവാണെന്നും പറഞ്ഞൊരാൾ കൂട്ടത്തിലുണ്ട്. അയാൾ വലിയ വർമ്മയാണെന്നൊക്കെ പറഞ്ഞാണ് നിൽക്കുന്നത്. ഈ കൂട്ടത്തിലുണ്ട്. ഈ കൂട്ടത്തിൽ നിൽക്കുന്ന ഇയാൾ ആണ് ഈ കഥകളൊക്കെ വിവരിക്കുന്നത്. പക്ഷെ നമുക്കിത് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇത് കള്ളത്തരമാണെന്ന്. മാത്രമല്ല അതിൽ പറയുന്നത് എനിക്ക് ലേശം എയ്ഡ്സ് വന്നിട്ടുണ്ടോ അങ്ങനെ. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ അത് കൃത്യമായിട്ട് അത് ഓർക്കുന്നില്ല. പക്ഷേ ഇത്രയും കാര്യം എനിക്കറിയാം. നമ്മൾ വന്നതിന് ശേഷം ഇവർ പറയുന്നത് കള്ളമാണെന്നുള്ള രീതിയിൽ നമ്മൾ വാർത്ത കൊടുത്തു. ആ വാർത്ത ശരിക്കും കടവൂരിനും ജി കാർത്തികേയനും വളരെയധികം ഉപകാരപ്പെടുകയും ചെയ്തു. ആ ഒരു സംഭവം ചീറ്റിപ്പോവുകയും ചെയ്തു. പിന്നീട് നമ്മൾ ഇത് അന്വേഷിച്ചറിഞ്ഞപ്പോഴാണ് യവൻ ഫ്രോഡായിരുന്നു ഈ കെട്ടിയവൻ.
പൈസ അടിക്കാൻ വേണ്ടിയുള്ള ഒരു നീക്കം. ടി എൻ ജേക്കബിനെതിരെ ഇതുപോലെ ഒരു സ്ത്രീ റേപ്പ് കേസ് അതും പൊളിഞ്ഞു. അപ്പം അതേപോലെയാണ് ഈ റിപ്പോർട്ടർ ചാനലിൽ ഈ എസ് പിക്കും ഡിവൈഎസ്പിക്കും എന്തായിരുന്നു കാരണം? ഈ ആൻഡോ അഗസ്റ്റിൻ അടക്കമുള്ള ട്രീ കട്ടേഴ്സിനെ കേസിനകത്ത് പെടുത്തിയെന്നല്ല, യുവമാരുടെ കള്ളത്തടി വെട്ട് കേസ് പിടിച്ചത് ആ ബെന്നി എന്ന് പറയുന്ന ഡിവൈഎസ്പി ആയിരുന്നു. അദ്ദേഹത്തെ കൊടുക്കാൻ വേണ്ടി ഇവർ ഇപ്പോൾ കൂട്ടിന് രണ്ടുപേരും ഇരിക്കണം. പക്ഷെ അവിടെയാണ് നമ്മൾ അന്ന് ഈ മാധ്യമപ്രവർത്തനത്തിലെ ഒരു വലിയ ശരികേട് മനസ്സിലാക്കുന്നത്. കുറേ പേര് ചേർന്ന് ഒരു സംഭവം കെട്ടിച്ചമച്ച് ഉണ്ടാക്കുമ്പോൾ അത് ആരെയൊക്കെ ബാധിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അറസ്റ്റ് ചെയ്തെങ്കിൽ ജെനുവിൻ കേസിലാണ് അല്ലേ? അതെ, കള്ളത്തടി വെട്ടിയനാണ് അറസ്റ്റ് ചെയ്തത്. അതിൻ്റെ പേരിൽ ഒരു ഇല്ലാത്ത ബലാത്സംഗ കേസ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വളരെ ഭീകരാവസ്ഥയാണ്. പിന്നെ ആ കേസ് അന്ന് തന്നെ ചീറ്റിപ്പോയിട്ട് സുജിത് ഒക്കെ അതിനകത്തൊന്നും രക്ഷപ്പെട്ടു. ഇപ്പം പക്ഷേ സുജിത് രക്ഷപ്പെട്ടിരിക്കുന്നത് അമ്പുക്ക കാരണം. അമ്പുക്കയാണ് കുടുക്കിയതും അമ്പുക്ക കാരണമാണ് അദ്ദേഹം രക്ഷപ്പെടുന്നത്. അമ്പുക്കയുടെ മൊബൈൽ ഫോൺ കൊണ്ടുവന്ന് അമ്പുക്കയോട് പറഞ്ഞ് അന്വേഷണ സംഘം പറഞ്ഞു മൊബൈൽ ഫോൺ ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. കൊന്നാ ഞാൻ തരത്തില്ല. ആ മൊബൈൽ ഫോണിനകത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അമ്പുക്ക അവിടെയാണ് പെട്ടത്. അപ്പൊ എന്ത് ചെയ്തു? സുജിത്ത് നല്ല നിയമോപദേശം സുജിത്തിന് കിട്ടി. സുജിത്ത് പറഞ്ഞു ഇത് എൻ്റെ ഓഡിയോ അല്ല, ഇത് ഇയാൾ മിമിക്രി ആർട്ടിസ്റ്റിനെ വെച്ച് ഉണ്ടാക്കിയതാണ്. അല്ലെന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സുജിത്ത് പറയുന്നത് സുജിത്തിന്റെ കോൾ ഡീറ്റെയിൽസ് പരിശോധിക്കൂ. അപ്പോൾ പരിശോധിക്കുമ്പോൾ എന്താ പിന്നെ വാട്സപ്പ് കോള് ഇതിൽ വരത്തില്ലല്ലോ, റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്ത് പറ്റും? ഇത് ഒറിജിനൽ ഫോണ് കൊടുക്കണം. വാട്സാപ്പ് കിട്ടണമെങ്കിൽ പിന്നെ അതിനകത്ത് കിട്ടാൻ പറ്റും സാധ്യതയുള്ളൂ. അമ്പുക്ക കൊന്നാ കൊടുക്കുകയില്ല. അമ്പുക്ക പലതവണ തെളിവെടുപ്പിന് വിളിച്ചു, അമ്പുക്ക കൊടുത്തില്ല. അങ്ങനെ സുജിത് ദാസിന്റെ വാദം അംഗീകരിച്ച് അദ്ദേഹത്തിന് ഈ കേസിൽ കുറ്റം. മുമ്പ് അദ്ദേഹം സർവീസ് തിരിച്ചു കയറിയിരുന്നു. മോൻസമ്മാവുങ്കലിന്റെ കൂടെ ഉണ്ടായിരുന്ന ഗോകുലത്ത് ലക്ഷ്മണൻ, അതെ, IG ലക്ഷ്മണൻ. അല്ല, സുജിദാസിന്റെ കാര്യത്തിൽ നമുക്കെല്ലാം അറിയാം അയാളാണ് വിളിച്ചതെന്നും പിന്നെ അമ്പുക്ക അയാളെ കൊടുക്കിയതാണ്. പക്ഷേ സുജിദാസ് ഉന്നയിച്ചിരിക്കുന്ന ഈ വാദം നിയമപരമായിട്ട് ശരിയാണ്. അദ്ദേഹത്തിന്റെ വാദം അങ്ങനെ അമ്പുക്കായെ കൊടുക്കും. ഇനി അമ്പുക്കയും പുള്ളിയും കൂടെ ഡീൽ ചെയ്ത് റെഡിയാക്കിയതാണോ എന്ന് അറിയില്ല. എന്താണെങ്കിലും ഈ അമ്പുക്കായി മൊബൈലോട്ട് കൊടുക്കണമല്ലോ, അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അദ്ദേഹം നോക്കി രണ്ടുപേരും ആരോഗ്യകരമായിട്ട് അങ്ങ് ഒഴിവാകാമെന്ന് കരുതിയായിരിക്കും ചെയ്തത്. അതിനൊപ്പമാണ് IG ലക്ഷ്മണൻ അല്ലേ? അതെ, ലക്ഷ്മണയുടെ നടപടി അദ്ദേഹം കുറ്റക്കാരനല്ലാന്ന് കണ്ടിരിക്കുന്നു. അത് ഓക്കെ ആയി. പിന്നെ നമ്മളെ തച്ചങ്കരി മറ്റേ റിട്ടയർ ചെയ്ത് 3 വർഷമായിട്ട് 3 സ്റ്റാറും വെച്ച് കാറിൽ അങ്ങനെയൊക്കെ പോയവരെ എല്ലാം 250 രൂപ പിഴ കൊടുത്ത് ഒഴിവാക്കി വിട്ടു. അങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, അല്ലെങ്കിൽ അതിപ്പം സുജിദാസിൻ്റെ നമുക്കത് അങ്ങനെ പറയാൻ കഴിയില്ല തീർത്തും. കാരണം ഈ വിഷയത്തിനകത്ത് തെളിവെടുപ്പ് നടത്തിയപ്പോൾ ഇയാൾ ഹാജരായില്ല. അപ്പം സുജിദാസ് പറയുന്ന ഭാഗം ശരിവെച്ചാണ് വിട്ടിരിക്കുന്നത്. എന്താണെങ്കിലും സുജിത് ദാസ് പോകുമ്പോൾ അമ്പുക്കയ്ക്ക് മിണ്ടാട്ടമില്ല. അന്ന് അമ്പുക്ക എന്തോ തീയായിരുന്നു. അമ്പുക്ക ആദ്യം തീയായിരിക്കുമല്ലോ, അതെ, പിന്നീട് കനലായി പോകും. പിന്നെ അത് കിട്ടും. മറുനാടനെതിരെ പുള്ളി ഇതുപോലെ ആദ്യം വന്ന് ചില പ്രാഥമിക വിജയങ്ങളൊക്കെ പുള്ളിക്ക് ലഭിച്ചു. അതെ അതെ, കുറച്ച് കള്ളക്കേസുകൾ എടുപ്പിക്കാനും മറുനാടൻ റെയ്ഡ് ചെയ്യിക്കാനും മറുനാടിലെ തൊഴിലാളികളുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യിക്കാനും ഒക്കെ സാധിച്ചു. പക്ഷേ ആ അമ്പുക്ക ഇന്ന് എവിടെ? അമ്പുക്ക സ്ഥാനാർത്ഥിയല്ലേ, അടുത്ത മന്ത്രിയാവാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയല്ലേ. ആഭ്യന്തര വകുപ്പിനെ കിട്ടുമെങ്കിൽ കൊള്ളാം, തിരക്കേടില്ലായിരുന്നാണ് നേരത്തേക്ക് പറഞ്ഞത്. ആഭ്യന്തരമായ കൊള്ളാം. എന്തായാലും അമ്പുക്ക തോക്കുമെന്ന് തന്നെയാണ് എല്ലാ പോളുകളും ഫലങ്ങളും വന്നിരിക്കുന്നത്. അത് അടുത്ത ദിവസം നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പിണറായി വിജയൻ്റെ അവസാന കാലം, പടിയിറങ്ങുന്നതിന് മുമ്പുള്ള കാലത്ത് തിരിച്ചടികളാണ് മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പുള്ളി ആരെയൊക്കെ വെള്ളപൂച്ചി ഇറക്കി വിട്ടെന്ന് പറഞ്ഞാലും ഈ അശോകിനെ പോലെയൊക്കെ ഉള്ള IAS വന്നിട്ട് ശരിക്ക് വാരി കൊടുത്തിട്ടാണ് പോകുന്നത്. എന്താണ് നടത്തിയിട്ട് ഞാനിപ്പോൾ ഒരു സംഭവം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്? എവിടെ നിന്നൊക്കെയാണ് അവർ ലോൺ വാങ്ങിച്ചു കൂട്ടിയിരിക്കുന്നത്? എവിടെയാണ് തിരിച്ചടച്ചിരിക്കുന്നത്? എന്തായാലും പിണറായിക്ക് ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. ഈ CPM-ന്റെ കേരള ഘടകത്തിന്റെ ഒഫീഷ്യൽ ലിക്വിഡേറ്ററായി മാറി അദ്ദേഹം. കൂട്ടി താക്കോലെടുത്ത് നാട്ടിലേക്ക് പോയാൽ കഴിഞ്ഞ്. അല്ല, പിണറായി മാറുന്നതോടെ തീർന്നു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ പോലും നമ്മുടെ പല സുഹൃത്തുക്കളും CPM-കാരായിട്ട് സുഹൃത്തുക്കൾ, അവർക്ക് ഭരണം കിട്ടില്ല എന്ന് അവർക്ക് ഉറപ്പാണ്. അവർ പറയുന്നത് ഇയാളെ മാറ്റിയിരുന്നെങ്കിൽ ജയിക്കുമായിരുന്നല്ലേ എന്ന് എന്നോട് ചോദിച്ചു. നിങ്ങൾ പക്ഷേ അതിന് പകരം ആരെ നിങ്ങൾ വെച്ച് ഈ ഇലക്ഷനെ നേരിടും? നിങ്ങൾ പിണറായി വിജയനെ നിങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് വെക്കുന്നു. MV ഗോവിന്ദനെ വയ്ക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പിന്നുള്ളത് ജയരാജന്മാർ 3 പേരാ, പറ്റുമോ? പിന്നെ എന്തെങ്കിലും ഒരു സൗമ്യ മുഖം ഉള്ളത് നമ്മുടെ ബാലഗോപാലനാണ്.
പക്ഷെ ബാലഗോപാലിനെ കൊണ്ട് അത്രയും വലിയൊരു ഒരു തെരഞ്ഞെടുപ്പ് നയിക്കാൻ തക്കതായിട്ടുള്ള ഒരു പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ട് പോയി. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ TP രാമകൃഷ്ണൻ ഇപ്പോൾ ഉള്ളവരാണ്. അവരൊക്കെ തെരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് പോലും സംശയമാണ്. പിന്നെ ആകെ ഇവർക്ക് ഈ PR വർക്കിന്റെ ബലത്തിൽ നിൽക്കുന്ന ശൈലജയെ ഉപയോഗിച്ച് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് നേരിടാമായിരുന്നു. ശൈലജ ടീച്ചറിനെ തോൽപ്പിക്കേണ്ട CPM കൂടെ ആവശ്യമായതുകൊണ്ട് അവിടെ കാലുവരെ തള്ളിയിടുന്നുള്ള ഉറപ്പാണല്ലോ പേരാവൂർ. എന്തായാലും സംഭവിക്കില്ല. എന്തായാലും ഇലക്ഷൻ പിന്നെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഇദ്ദേഹം പിണറായി പടി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്.